ഇന്നലത്തെ ബിഗ് ബോസ് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിനെ കുറിച്ച് നമ്മളുടെ അഭിപ്രായം ഇട്ട സമയം മുതൽ എൻ്റെ പേഴ്സണൽ ഇൻബോക്സിൽ ഇൻസ്റ്റാഗ്രാമിലും പിന്നെ ആ ഒരു പെർട്ടിക്കുലർ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഷാനവാസ് നെവിൻ ഇഷ്യൂ എന്താണെങ്കിലും ഇവരാരും ചർച്ച ചെയ്യാൻ പോകുന്നില്ല എന്നും ദയവ് ചെയ്ത് നിങ്ങൾ ഇതൊന്ന് ചർച്ച ചെയ്യൂ എന്നും പറഞ്ഞ ഒരുപാട് പേര്. ആദ്യമേ ഒരു കാര്യം പറയാം, ചാനലിനോ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ടീമിനോ ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അതിന് റെലവൻ്റ് ആയി തോന്നാത്തൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്തുണ്ടാക്കിയത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും അല്ലേ ഒന്നും സംഭവിക്കാനില്ല. ഒരാള് ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള ഒരു പരിപാടിയല്ല ചർച്ച ചെയ്യാൻ പറ്റിയ. എക്സാക്ട്ലി അതാണ് ലാലേട്ടനും പറഞ്ഞത്. വന്താ സുട്ടാ റിപ്പീറ്റ് എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ഒരു പ്രമോ ഇപ്പൊ വന്നിട്ടുണ്ട്. ആ പ്രമോയിൽ എനിക്ക് തോന്നുന്നത് എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി ഇവർ എന്നുള്ളതാണ് തോന്നുന്നത്. ആ പ്രമോ ഒന്ന് കാണാം, നമുക്ക് സ്വയം ഒന്ന് വിലയിരുത്താം അല്ലേ. ശൈത്യ ആ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിരിച്ചുപോയി ലാലേട്ടാ. അതിന്റെ എനിക്ക് ഭയങ്കര വിഷമമാണ്. കുത്തിത്തിരിപ്പാണ് നീ മിണ്ടരുതെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ തിരുത്തണമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് നവീനുമായിട്ടുള്ള വിഷയമാണ്, അതിൽ ഞാൻ ഖേദിക്കുന്നു. വേണ്ടായിരുന്നു തോന്നിയത് ഓഫ് കോഴ്സ് അത് വേറെ ആരുമല്ല, ഷാനവാസിക്കേട് തന്നെയാണ്. ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ പ്രൊമോ. ഇതിനകത്ത് ഷാനവാസ് കഴിഞ്ഞ ദിവസം ആദില നോറയോട് പുലർച്ചെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, ഞാനിത് ലാലേട്ടൻ വരുന്ന സമയത്ത് മാപ്പ് പറയാം അല്ലേ, എന്നോട് മാപ്പ് പറയാൻ വേണ്ടി വെച്ച കാര്യമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ വീണ്ടും അവിടുന്ന് ആദില നോറ സംസാരിച്ചതിന് ശേഷം നിങ്ങൾ എന്റെ കൂടെ കട്ടക്ക് നിൽക്കും എന്നുണ്ടെങ്കിൽ ഞാനിത് എന്താണെങ്കിലും ലാലേട്ടനോട് നമ്മളെ മുന്നിൽ കിട്ടുന്നതാണ്, ഇവര് നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളത്. അതേപോലെ ശനിയാഴ്ചത്തെ എപ്പിസോഡിന്റെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ലാലേട്ടൻ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ടാവില്ല. ഇന്നലെ സോറി പറഞ്ഞതാണ്. ഇന്നലത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടത് അവിടെ ശരിക്കും ഒരു ദിവസം തന്നെയാണ് 2 എപ്പിസോഡിന്റെ ഷൂട്ട് നടക്കാറ്. ശനിയാഴ്ച രാവിലെയും ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷവും ഒക്കെ സാറ്റർഡേ സൺഡേ എപ്പിസോഡ്സ് ഒപ്പാണ് നടക്കാറ്. അപ്പോൾ സാറ്റർഡേ എപ്പിസോഡിനകത്ത് നെവിൻ ഇന്നലെ ഇരുന്ന ഇരിപ്പ് നമ്മൾ കണ്ടതാണ്. നെവിൻ ഒരുമാതിരി അണ്ടി പോയണ്ണാനെ പോലെ ഇരുന്നത്. കഴിയണ എല്ലാ മുദ്രകളും ലാലേട്ടൻ ഇഗ്നോർ ആണ് ഇന്നലത്തെ. അപ്പൊ നെവിനും തോന്നി കാണും. അപ്പുറത്ത് ഷാനവാസ് ഭയങ്കര സന്തോഷിച്ച് ചിരിച്ച് കളിച്ചിരിക്കുകയല്ലേ. അപ്പൊ ഇനിയിപ്പോ ഇത് വെച്ചോണ്ടിരുന്നൊരു കാര്യമില്ല. പക്ഷെ അപ്പോഴും ഞാൻ പറയട്ടെ, ഇതിനകത്ത് ശരിക്കും മണ്ടന്മാരായതാരാ? പ്രേക്ഷകര്. ഒന്ന്. രണ്ടാമത്തെ കാര്യം ആദില ലിറ്ററലി ഇവിടെ എന്തായി അറിയോ, ഒരു സ്കേപ്പ് ഗോട്ട് തന്നെ പറയാം അല്ലേ. ഇവരുടെ ഈ ഒരു സാധനത്തിനുള്ള ഒരു ബലിയാട് എന്നുള്ള ഐറ്റത്തിലേക്ക്, ബലിയാട് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ എന്താണ് ചാടിയും ചെയ്തു, എക്സ്പോസ്ഡ് ആയി, സെൽഫായിട്ട് എക്സ്പോസ്ഡ് ആവുകയും ചെയ്തു. ശരിക്ക് ആദില ഇപ്പൊ ഇവർ രണ്ടാളും ഇഷ്യൂ കഴിഞ്ഞ് കെട്ടിപ്പിടിച്ച് എന്ത് ചെയ്യും, നാട്ടുകാരുടെ മുന്നിൽ നല്ല കുട്ടി ഇമേജുമായിട്ട് പോകും. ആദിലെന്തായി ഇപ്പോ ലാസ്റ്റ് ഏറ്റവും വലിയ കുത്തിത്തിരിപ്പും കട്ടപ്പയൊക്കെ മാറി, പുതിയ കട്ടപ്പേനെ കിട്ടിയ അങ്ങനെ ആ രീതിയിലേക്ക് ആദില മാറിപ്പോവാണ്. ഇനി ഈ ഒരു വിഷ്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് പല രീതിയിലായിട്ട് ഷാനവാസ് പ്രസന്റ് ചെയ്തതാണ് ഞാൻ കണ്ടത്. പല രീതിയിൽ ഇൻ ദ സെൻസ് ഷാനവാസ് പറയുന്നത്, ഷാനവാസിന് ഇത് എവിടെയും പറയാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇത്രയും ദിവസം ഷാനവാസ് ഇത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഇതിൻ്റെ ഒരു തുടക്കം ഞാൻ പറഞ്ഞുതരാം. ഇത് നെവിൻ പുറത്തു പോകുന്നതിന് മുമ്പുണ്ടായ സംഭവമല്ല, പുറത്തു പോയി തിരിച്ച് വന്നതിന് ശേഷം ഉണ്ടായ സംഭവമാണ് ഇതും. ഇത് പിന്നെ ഷാനവാസ് ഈ വീട്ടിലെല്ലാവരോടും, ഇപ്പം നെവിൻ ആ വീട്ടിലെല്ലാവരോടും ഷാനവാസിനെ കുറിച്ച് പറഞ്ഞു നടക്കണു എന്നുള്ള ഷാനവാസിന്റെ വേർഷൻ പോലെ തന്നെ നെവിനുമായിട്ടുണ്ടായ ഇൻസിഡന്റ് ഷാനവാസ് ആ വീട്ടിലെല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? നെവിനോട് പറഞ്ഞില്ല എന്നുള്ളൂ, ബാക്കി എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. നെവിനോട് ആ ഉണ്ടായ ഇൻസിഡന്റ് സമയത്താണ് എന്ത് പറഞ്ഞത്, മാറിപ്പോണം, വിട്ടുപോണം, ഇറങ്ങിപ്പോണം എന്ന് പറഞ്ഞത്. അതിനുശേഷം ഇതേ ഇൻസിഡന്റ് കുറെ പേരോട് ഷാനവാസ് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഷാനവാസ് അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് വേറെ പലരോട് പറയുമ്പോഴും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഷാനവാസിന്റെ ഒരു വാദം മാത്രമല്ല, അവരൊക്കെ സമ്മതിക്കുന്നുണ്ട്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷാനവാസിന് ട്രിഗർ ആയത് വളരെ ക്ലിയർ ആണ്. ആദില നോറയ്ക്ക് വേണ്ടി ഷാനവാസ് ഒരു സാക്രിഫൈസ് ചെയ്തതൊന്നുമല്ല. ഷാനവാസിന് വളരെ കൃത്യമായിട്ട് ആ ഫുഡ് തട്ടിയിട്ട കേസ്, അത് നമ്മളൊരു വിഷ്വൽ വെച്ചിട്ട് നമ്മൾ തന്നെ ഇവിടെ കാണിച്ചതാണ്. അത് നെവിൻ്റെ കയ്യിൽ നിന്നല്ല തട്ടിയതാ ഫുഡ്. ഷാനവാസിനെ ദേഷ്യം പിടിച്ച് വന്ന് കൈ ആ ബൗളിന്റെ ഉള്ളിലിട്ട് വലിച്ച സമയത്ത് തെറിച്ച് പൊട്ടിയ ഒരു ബൗളാണത്. അതില് എനിക്ക് തോന്നി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ നോക്കിയ സമയത്ത് വാട്ടെവർ ഷാനവാസിന്റെ കയ്യിൽ നിന്നാണ് അത് പൊട്ടിയത്. ഷാനവാസ് ഇപ്പൊ വരെ അത് സമ്മതിക്കുന്നില്ല. ഷാനവാസ് ഇപ്പോഴും പറയുന്നത്, ഞാൻ തെണ്ടി തിന്ന കാലം ഉണ്ടായിട്ടുണ്ട്, എനിക്ക് ഒരു ഭക്ഷണത്തിന് വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയ കാലം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയുള്ള ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഫുഡ് തട്ടി. അതെ, അയാളെ ഉള്ളിൽ കിടക്കുന്നത് നെവിനാണ് തട്ടിയത് എന്നാണ്, അത് എന്റെ കൈ തട്ടിയില്ല എന്നാണ്. പക്ഷെ
അത് മനഃപൂർവ്വം അല്ലെങ്കിലും ആരെന്നാണ് ഷാനവാസിന്റെ കയ്യിൽ ആ തട്ടിപ്പോയിട്ടുള്ളത് എന്നുള്ളതാണ് അതിന്റെ ഫാക്ട്. കാരണം അതിന്റെ ക്ലോസ് വിഷ്വൽസ് ബിഗ് ബോസ് തന്നെ എപ്പിസോഡിൽ കാണുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് മനസ്സിൽ കിടക്കുന്ന ഷാനവാസാണ് എന്ത് ചെയ്യുന്നത്, നെവിനെ ഏതറ്റം വരെ പോയിട്ടാണെന്നുണ്ടെങ്കിലും അതായത് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ഇവനെ ഞാൻ കാരണം അന്നം തട്ടിക്കളഞ്ഞ ഒരാൾ എന്നുള്ളൊരു ഇമേജ് എനിക്ക് ഉണ്ടാക്കി തന്നത് ഇവനാണ് എന്നുള്ളത് പറഞ്ഞിട്ടാണ് ഷാനവാസ് ഇതിലേക്ക് ഷാനവാസിന്റെ വേർഷൻ എക്സാക്ട്ലി അത് പറഞ്ഞിട്ടാണ് ഷാനവാസ് നിൽക്കുന്നത്. ആദില നോറ വന്ന സമയത്ത് ഷാനവാസ് എന്ത് ചെയ്തു, ഷാനവാസ് ഇത് എടുത്ത് അടിക്കണേക്കാൾ നല്ലത് അവരെ കൊണ്ട് അടുപ്പിക്കുന്നതാണ് എന്നുള്ളത് ഷാനവാസ് ദ ഗെയിമർ മനസ്സിലാക്കിയപ്പോഴാണ് ഇത് ആദിലയിലേക്ക് ആര് കൊടുക്കുന്നത്, ഷാനവാസ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ അത് ശരിക്കും നല്ല ഗെയിം ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഒരു വീഡിയോ പ്ലേ ചെയ്തുതരാം. ഇത് ഷാനവാസും അനീഷും തമ്മിൽ സംസാരിക്കുന്ന അനീഷ് എന്താണ് വിഷയം എന്നുള്ളത് അറിയാൻ ഷാനവാസിന്റെ അടുത്ത് പോയിരുന്നപ്പോൾ ഷാനവാസ് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. തമാശ പറയാനും ചിരിക്കാനും ഇതാക്കാനും അതൊരു പരിധി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സമയങ്ങളിലും പരിധി ലംഘിക്കുമ്പോൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അവനായിട്ടുള്ള നല്ല മുഹൂർത്തങ്ങളായിരുന്നു, നല്ല കോമ്പായിരുന്നു എന്ന് പറയാനുള്ള അവകാശമല്ലേ. അവൻ ലിമിറ്റ് ക്രോസ് ചെയ്യുമ്പോൾ ഞാൻ ആ കാലയളവിലും ലിമിറ്റ് ക്രോസ് ചെയ്യുമ്പോൾ ഞാൻ അവനോട് പറയാണ്ട്, നെവിൻ എനിക്കിഷ്ടമാണില്ല, ഓവറായത് എനിക്കത് ഇഷ്ടമല്ല. ഞാൻ അവനോട് ചൂണ്ടിക്കാണിച്ച് തെറ്റ് അത് സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. ഇത് ഓവറായിട്ട് ലാസ്റ്റിലോട്ട് കയറി വരുമ്പോഴാണ് പ്രശ്നം. രണ്ടാമത് തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ ബെഡില ആ കാലഘട്ടത്തിൽ പറഞ്ഞതാണ്, അവൻ പോയപ്പോ പറഞ്ഞതാണ്. ഇതേപോലുള്ള ബിഹേവിയറിന് ഞാൻ അവനോട് ചൂണ്ടിക്കാണിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പാണ് ഞാൻ അബിനോടും ഇവൻ പോകുന്നതിന് മുമ്പാണ് അബിനോടും ഒനിയിലോടും ഞാൻ ഇത് ഷെയർ ചെയ്തിട്ടുള്ളത്. എത്രയോ പ്രാവശ്യം ഇതേപോലെ എന്തൊക്കെയോ കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ പറയാൻ എനിക്ക് കൊള്ളില്ല, എൻ്റെ മക്കൾക്കത് കാണണല്ലേ, ഡബിൾ മീനിങ്ങിൽ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എന്നെ തെറ്റിദ്ധരിപ്പിക്കുകയും എനിക്കെതിരെ അന്നം, ഞാനത് അത്ര റെസ്പെക്ട് ചെയ്യുന്ന സാധനമാണ്. ഞാൻ അന്നത്തിന് വേണ്ടി ബുദ്ധിമുട്ടി അലഞ്ഞിരുന്ന ആളുകളുണ്ട്. ആ അന്നം ഞാൻ തട്ടിയിട്ടു എന്ന് പറയുമ്പോൾ ആ കുറ്റം എൻ്റെ നേരെ തിരിക്കുമ്പോൾ ഞാൻ സൈക്കിൾ കൊടുക്കും. ഞാൻ മാറ്റി വെച്ചതൊക്കെ എടുത്ത് പുറത്തിടും. കൃത്യമായിട്ട് ഷാനവാസ് പറയുന്നുണ്ട്, അന്നം തട്ടിയിട്ടു എന്നുള്ളൊരു അലിഗേഷൻ എൻ്റെ എതിരെ അവൻ വെച്ചിട്ടുണ്ടെങ്കിൽ പൊറുക്കില്ല ഞാൻ. ഈവൻ ഡബിൾ മീനിങ്ങിൽ സംസാരിച്ച കാര്യങ്ങളും ഈ പറഞ്ഞ അവിടെ ഉണ്ടായി എന്ന് ഷാനവാസ് പറയുന്ന ഒരു ഇൻസിഡന്റ് അടക്കം വിട്ടില്ല, ഞാൻ തുരത്തി അടിക്കുന്നുള്ളത് തന്നെയാണ് ഷാനവാസിന്റെ സ്റ്റാൻഡ് അല്ലേ. അത് ചർച്ച ചെയ്യുന്നുള്ള പേടി നല്ലോണ്ടായിരുന്നു ഷാനവാസിന്. അതാണ് വേഗം നേരെ നെവിന്റേക്ക് ഷാനവാസ് ഈ സാധനം ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏത് സംഭവിച്ചിരിക്കാം, എന്തോ ആയിരിക്കാം, എന്തോ അതൊന്നും നമുക്ക് എന്തില്ല, നമ്മളൊരു വിഷ്വൽ കണ്ടിട്ടില്ല. എന്താ അറിയോ, ഇവരിപ്പോ ഇങ്ങനത്തെ ഒരു ഫുഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഷാനവാസിന് മറ്റതും ചിലപ്പോൾ അതിന് മാത്രം ഒരു ഇഷ്യൂ ആക്കാൻ തീരുമാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഷോയിലാണെങ്കിലും നമ്മുടെ ലൈഫിലാണെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ട്രിഗർ ആയതാണ് ആള്. പക്ഷെ ഷാനവാസിന്റെ ഒരു ബുദ്ധി ഞാൻ പറഞ്ഞിട്ടെ, ഇവിടെ ഷാനവാസിന്റെ ആവശ്യം എന്തായിരുന്നു, ഇത് നാട്ടുകാരിലേക്ക് എത്തുക എന്നാണ്. ഷാനവാസ് കൃത്യമായിട്ട് അനീഷിനോട് സംസാരിക്കുമ്പോൾ ഈ കാര്യം കംപ്ലീറ്റ്ലി പറയുന്നുണ്ട്, ആദില നോറയോട് സംസാരിക്കുമ്പോൾ കാര്യം പറയുന്നുണ്ട്, അക്ബറിനോട് സംസാരിക്കുമ്പോൾ കാര്യം പറയുന്നുണ്ട്, അഭിലാഷിനോട് ആ വീട്ടിനകത്ത് മാറ്റിയിരുത്തിയും കൂട്ടം കൂടിയുമായിട്ട് ഷാനവാസിനോട് കാര്യങ്ങൾ ചോദിക്കുന്ന ഓരോരുത്തരുടെ അടുത്തും ഷാനവാസ് സംഭവിച്ചു എന്ന് പറയുന്നത് സംഭവിച്ച കാര്യം എന്താന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഈവൻ ഷിയാസിനോട്, പുറത്തുനിന്ന് വന്ന ഷിയാസിനോടടക്കം വന്ന് എന്ത് പറയുന്നുണ്ട്, എന്താണ് സംഭവിച്ചേ എന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, ഷിയാസ് അപ്പൊ എല്ലാവരോടും ഓൾമോസ്റ്റ് ക്യാമറ ആംഗിൾസ് അല്ലെങ്കിൽ വിഷ്വൽസിൽ ഏതൊക്കെ പുറത്തു പോകുന്നു എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷെ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണെങ്കിലും ഇതൊക്കെ 24/7 ആയതുകൊണ്ട് പോവുമല്ലോ, പ്രേക്ഷകരിലേക്ക് എത്തിയാൽ മതി. ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രേക്ഷകരിലേക്ക് എത്തിയാൽ മതി. കാരണം അന്നം തട്ടിയിട്ടു എന്നുള്ള ഒരു സാധനത്തിന് എന്ത് ചെയ്യണം, അതിന്റെ മുകളിൽ ഒരു സാധനം വേണം. അതാണ് ഷാനവാസിന്റെ എന്നുള്ളത് എനിക്ക് ഇരുന്ന് തോന്നിയത്. അതാണ് ഒന്ന്. ഇനി ഷാനവാസ് രാത്രി ഇരുന്നിട്ട് ആദില നോറയോട് സംസാരിച്ച സമയത്ത് പറഞ്ഞ കാര്യം കേട്ടോണ്ടിട്ടാ. നെവിനോട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, ഞാൻ കേറിയിട്ട് പറഞ്ഞത് എന്റെ തെറ്റ്, ഞാനന്ന് അവിടെ നിന്ന് എന്റെ വായിന്ന് വന്നു പോയത് എന്റെ തെറ്റ്, വൃത്തിയായിട്ട കാർഡ് എന്ന് പറഞ്ഞത്. ഈ നെവിന്റെ കാര്യം ഞാൻ ആർക്കോട്ടെ സംസാരിച്ചു, ഇത്രയും ദിവസമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്തെന്നല്ലാതെ ഞാൻ ഇതുപോലെ ഒരു പ്രശ്നമാക്കി മാറ്റിയിരുന്നു ഇല്ല. ഇക്കാക്ക അവന്റെ ഇമേജ് കളയണമെന്നില്ലായിരുന്നു. ഇല്ലായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറഞ്ഞ നിന്റെ വായിൽ നിന്ന് വന്നൊരു വാക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ക്രൂശിക്കപ്പെടുന്നത്. എന്നാ ഇക്കാക്ക അന്ന് പറഞ്ഞൂടായിനോ, പറയണ്ടെന്ന് പറഞ്ഞൂടായിനോ? എന്നാലും ഇവിടെ വന്നിട്ട് ഇത്രയും പ്രശ്നമായിട്ടും ഞാൻ ആ വേർഡ് യൂസ് ചെയ്തിട്ടില്ല. എനിക്കെതിരെ ഞാൻ ഭക്ഷണം, എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം ഭക്ഷണം ഞാൻ തട്ടിയെന്ന് പറയുന്നു. കാരണം ഞാൻ ഒരു അന്നത്തിന് അത്രയും കഷ്ടപ്പെട്ട മനുഷ്യനാണ്.
ആ അന്നം തട്ടാന്ന് പറയുന്നത് എന്റെ നിഘണ്ടുവിലേ ഇല്ല. ആ സമയത്താണ് നിങ്ങൾ എന്നെ വിളിച്ചു കണ്ട് ഇക്ക ഞാനിങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പോയി. അപ്പൊ അവൻ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവം. ഞാൻ ഇക്കാന്റെ ഈ കാര്യം ഞാൻ സംസാരിച്ചോട്ടെ. പ്രവീണിനും ഇങ്ങനെ ഒരു മോശം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ സംസാരിച്ചു വരുമായിരുന്നു. ഇനി ഇക്കാക്ക് ഇത് സംസാരിക്കാൻ പറ്റുമോ, ഞാൻ സംസാരിച്ചോട്ടെ എന്നോട് അനുവാദം ചോദിച്ചു അല്ലെ. അപ്പൊ ഞാൻ അനുവാദം തന്നെ എന്തുകൊണ്ടാണ് എന്താ ഇവൻ ആ ക്യാമറയിൽ പോയിട്ട് ബിഗ് ബോസിനോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ വൃത്തികെട്ട കാർഡ് ഇറക്കി എന്നുള്ളത് മറ്റേ ആദില പറഞ്ഞു, എനിക്കതെന്താണെന്ന് അറിയണം ബിഗ് ബോസ്. അക്ബറിനോട് വന്നാണ്ട് പറഞ്ഞു ഞാൻ വൃത്തികെട്ട കാർഡ് ഇറക്കി എന്ന് പറയുന്നുണ്ട് അവള്, അതെനിക്ക് അറിയണം. ഈ അഭിലാഷിനോട് വന്നിട്ട് പറഞ്ഞു ഇതൊക്കെ എന്റെ മുമ്പിലാ. അപ്പൊ മനസ്സിലായി വൃത്തികെട്ട കാർഡിൽ നിങ്ങൾ ലോക്കാണെന്ന്, നീ ലോക്കാണെന്ന്. അങ്ങനെ നീ ലോക്കായി നിൽക്കുമ്പോ നിന്നെ ലോക്കാക്കി ഇടാനും എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിന് സമ്മതം കൊടുത്തത്. ഗെയിമാ നിങ്ങൾ ആലോചിച്ചു ഷാനവാസിന്റെത് അല്ലേ? ഷാനവാസിന്റെ ഒരു കിടിലൻ ഗെയിമാണ് ഷാനവാസ് ഈ കാണിച്ചിട്ടുള്ളത്. അതായത് ഷാനവാസ് എന്ന് പറഞ്ഞ ഗെയിമർ ഇവിടെയാണ് സത്യം പറഞ്ഞ. പലരും ഈ കാര്യങ്ങൾ എനിക്ക് അറിയില്ല, ചിലപ്പോൾ കണ്ടു കാണില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഷാനവാസിന് ഇപ്പോൾ ഭയങ്കര മാസീവ് ഫാൻ ഫോളോയിങ് ഉള്ളതുകൊണ്ട് പറയാൻ പഠിക്കുന്നതായിരിക്കും. എനിക്കും ഷാനവാസിന്റെ ഗെയിം ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഷാനവാസിന്റെ ഗെയിം ആണെന്നുണ്ടെങ്കിൽ ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ് ബിക്കോസ് ഇതൊരു ഒന്നൊന്നര ഗെയിമാണ്. കാരണം ഷാനവാസ് ചെയ്ത പണി കണ്ടോ നിങ്ങള്? ഒരു സൈഡിൽ കൃത്യമായിട്ട് അനീഷിനോട് പറയുന്നുണ്ട് എന്നെ അന്നം തട്ടിയവൻ എന്ന് പറഞ്ഞ് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഏത് അറ്റവരെയും പോയിട്ട് ഞാൻ അവൻ അടിക്കുന്നതാണ് ഷാനവാസ് പറഞ്ഞു. അതേ ഷാനവാസ് നെക്സ്റ്റ് ഡേ രാത്രി ആദില നോറയിനോട് മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മളിലേക്ക്, അതായത് പ്രേക്ഷകരിലേക്ക് ഇട്ട് തന്ന ഐറ്റം എന്താ, ഞാനിത് ആദില നോറയ്ക്ക് വേണ്ടി ഞാൻ ഇത് എന്ത് ചെയ്ത് ബലിയാടായതാണ്. സൂപ്പർ ഗെയിമാണ്. ഞാൻ നിങ്ങൾക്ക് അതുകൊണ്ട് എന്താ ആദിലിനോറയും പെട്ടു. അവര് എന്താ പറയാ ആ ഒരു ഇമോഷണൽ വലയത്തിനുള്ളിലാണ് കുടുങ്ങിയവര്. മറ്റേത് നോറയൊക്കെ ആദില മാറിയതായിരുന്നു. ആദില നെവിന്റെ സൈഡിലേക്ക് നെവിന്റെ കാര്യം കേൾക്കണം എന്ന് പറഞ്ഞ് മാറിയ അന്നേ ദിവസമാണ് ഷാനവാസ് പുലർച്ചെ വരെ വിളിച്ചിരുത്തിയിട്ട് എന്ത് പറഞ്ഞത്, ലാലേട്ടനെ മുന്നിൽ ഞാൻ ചോദിക്കാൻ നിൽക്കായിരുന്നു, ഇപ്പൊ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം അത് ചോദിക്കാം. എന്നിട്ട് പിന്നെ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ ഇത് പറയാൻ നിന്ന മനുഷ്യനെ ഞങ്ങൾ തിരിഞ്ഞു കൊത്തിയോ. അവസ്ഥ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഉള്ളിൽ ഇങ്ങനെ ആവും, ഞങ്ങൾ ഇനി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളൊപ്പം നിന്ന ഒരാളെ ചതിച്ചു പുറത്തു വരുമെന്ന് പേടിച്ചിട്ട് നിൽക്കേണ്ടി വന്നു അവർക്ക്. ഷാനവാസ് ഷാനവാസ് അപ്പുറത്തു കൂടി പോയ പ്ലാച്ചി വരെ ഷാനവാസ് പറഞ്ഞിട്ടില്ല. ഷാനവാസ് ഈ പറഞ്ഞ നെവിൻ പല ഭാഗങ്ങളിലായിട്ട് ഷാനവാസ് ആദിലനോട് ഇന്ന് ഈ രാവിലെ സംസാരിക്കുന്ന ക്ലിപ്പിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. റിയാസിന്റെ അടുത്ത് പോയിട്ട് നെവിൻ ഈ കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അത് നെവിനും റിയാസും കൂടി രാവിലെ അനീഷിനെ വിളിച്ച് സംസാരിക്കുകയാണ്, ഗോസിപ്പ് എന്താ വീട്ടിലത്തെ എന്നുള്ള ചോദിച്ചപ്പോഴാണ് അനീഷ് എന്ത് പറഞ്ഞത്, ഈ ഗോസിപ്പിനെ കുറിച്ച് പറഞ്ഞത്. ഞാൻ പറയട്ടെ, അനീഷ് ഈ ഷാനവാസിന്റെ ഇത്ര അടുത്ത ഫ്രണ്ടാ. ആ വീട്ടിലെ ഗോസിപ്പ് ചോദിക്കുമ്പോ റന ഫാത്തിമ ആര്യൻ വിഷയം അവിടെ കത്തി നിൽക്കുന്ന സമയത്ത് ഇതേ അനീഷിന് റന ഫാത്തിമയുടെ ആര്യന്റെയും ഇഷ്യൂ ഗോസിപ്പായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഇതേ അനീഷ് എന്ത് ചെയ്തു, ഇതെന്തിനെടുത്തിട്ടു, അതെന്തുകൊണ്ട് ഷാനവാസ് അനീഷിനോട് ചോദിക്കുന്നില്ല, അത് ഇതുവരായിട്ട് ചോദിച്ചിട്ടില്ല. അപ്പൊ പറയുന്നത് എന്താ അറിയോ ഇവളോട്, ആദിലനോട്, നീ അടുത്തുണ്ടായിരുന്നില്ലേ. അവിടെ ഒരു ക്യാരക്ടറിലാണ് ആര് നിൽക്കുന്നത്, ആദില നിൽക്കണേ, അനീഷ് നിൽക്കുന്നു. അപ്പൊ ആദില അവിടെ ക്യാരക്ടർ മാറിയിട്ട് അനീഷ് ഇത് പറയുമ്പോ അയ്യോ എന്റെ ഇക്കാക്കാനെ കുറിച്ചൊന്നും പറയില്ല എന്ന് പറയാൻ പറ്റുമോ? കാരണം ഷാനവാസിന്റെ അടുത്ത ഫ്രണ്ടാണ് ആര്, അനീഷ്. അടുത്ത അത്രയും ചങ്കായ അനീഷ് അത് അവിടെ വിളിച്ചു പറയുമ്പോ സിസ്റ്റർ ആയിട്ടുള്ള ആതിരയ്ക്ക് അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ കയറി ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്നേ വരെ ഷാനവാസ് ഈ പറഞ്ഞ അനീഷിനോട് എന്ത് ചോദിച്ചിട്ടില്ല, നീ എന്തിനത് പറഞ്ഞു എന്നുള്ളത് അവിടെ ചോദിച്ചിട്ടില്ല. അപ്പൊ ആ ഗെയിം അവിടെ അനീഷിന്റെ ഗെയിമാണ്. അനീഷ് ആ ഗെയിം അവിടെ കളിച്ചു, തുടങ്ങിയത് അനീഷാണ്. ഈ പറഞ്ഞ ഷാനവാസിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ റിയാസും മറ്റേ നെവിനും കൂടി അത് തലേ ദിവസം ഒരു കോൺസ്പിറസി ആക്കി വേണമെന്ന് വെച്ചിട്ടാണ് അത് ചോദിപ്പിച്ചതെന്നുള്ളത് ഉറപ്പിച്ചു വരുത്താൻ ഇയാൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. എല്ലാ സീസണിലും ഇതേപോലെ ഹോട്ടൽ ടാസ്കിന് വരുന്ന ഗസ്റ്റുകൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ആ വീട്ടിലെ ഏതെങ്കിലും ഒരു ക്യാരക്ടറെ വിളിച്ചു നിർത്തിയിട്ട് ഇപ്പൊ എന്താണ് ഈ വീട്ടിൽ നടക്കുന്നത്, BB ന്യൂസ് എന്ന് പറയുമോ അതിന്, ഈ സാധനം പറയിപ്പിക്കുക എന്നുള്ളത് സ്ഥിരമായിട്ട് ഈ ക്ലാസിക് ടാസ്കിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അവിടെ കളിച്ച ഷാനവാസിന്റെ കുരുട്ട് ബുദ്ധി. കാരണം ഷാനവാസിന് നെവിൻ അലിഗേഷൻ ഉന്നയിച്ച സംഗതി ഭക്ഷണം തട്ടിയിട്ടു എന്നുള്ളത് പുറത്തു പോയാൽ ഷാനവാസിന്റെ തിങ്കിങ്ങിൽ ഇങ്ങനെയാണ്,
ഒരാള് വേറൊരാളെ ഭക്ഷണം തട്ടുക എന്ന് പറഞ്ഞാൽ കൊടൂരമായ സീനല്ലേ ഇത്, ഭയങ്കര അതാണ് ഷാനവാസ് സത്യം പറഞ്ഞ അവിടെ വിരളി കൊണ്ടിട്ട് ഷാനവാസ് ഇത് കവർ ചെയ്യാൻ എന്തെങ്കിലും വേണമെന്നുള്ള സമയത്താണ് കൃത്യമായിട്ട് ആര് പോയി ചാടുന്നത്, ആദില പോയി ചാടി കൊടുക്കുന്നത്. ഇത് പ്രവീണിന്റെ കാര്യം പറഞ്ഞിട്ട് ഷാനവാസ് ഇത്ര നല്ലവനാണ്, ഇത് പറയാൻ താല്പര്യമില്ലാത്തൊരവസ്ഥയ്ക്കാണെന്നുണ്ടെങ്കിൽ ഷാനവാസ് എന്താ പറഞ്ഞു കൊടുക്കണ്ടേ? പ്രവീണിന്റെ കാര്യം നിനക്ക് അറിയാലോ, പ്രവീണിന്റെ കാര്യം മാത്രം പറഞ്ഞത്, എന്റെ കാര്യം പറയണ്ടെന്നല്ലേ പറയണ്ടേ? അത് പറഞ്ഞല്ലോ. അപ്പൊ അവര് അത് പുറത്തേക്ക് അറിയിക്കണം എന്നുണ്ട്, അതിനൊരു വഴിയാക്കി. പുറത്തേക്ക് അറിയിക്കാൻ വേണ്ടി ആദില നോറയെ കൃത്യമായ ഒരു ടൂളാക്കി. എല്ലാം ഗെയിമാണ്, എല്ലാം ഗെയിമാ. ഈവൻ ഞാൻ പറഞ്ഞു ഷാനവാസ് അനീഷിനെ ഗെയിം താത്താൻ വേണ്ടിയിട്ടാണ് അനീഷിനൊപ്പം ഫ്രണ്ട്ഷിപ്പ് കൂടിയിട്ടുള്ളത്. എനിക്ക് വളരെ വ്യക്തമായിട്ട് അത് തോന്നുന്നുണ്ട്. അനീഷ് എന്ന് പറഞ്ഞ ഗെയിമർ ഒറ്റയാൻ പോലെ ഒറ്റയ്ക്ക് പോയിരുന്ന ഒരാളെ ഇപ്പം എന്താക്കി ഫ്രണ്ട്ഷിപ്പിന്റെ ലൂപ്പിൽ കൊണ്ടുപോയിട്ടു. ഇപ്പം പല സാഹചര്യത്തിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ട് അനീഷ് ആര്യനെയും ഗിസേലിനെയും കുറ്റം പറയുമായിരുന്നു. ആര്യന് വേണ്ടി സംസാരിക്കുന്ന ഗിസേലാണ്, ഗിസേലിന് വേണ്ടി സംസാരിക്കുന്ന ആര്യനാണ് എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിനകത്ത് നിങ്ങൾ ഇങ്ങനെ കളിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചിട്ട് അവരെ കുറ്റപ്പെടുത്തിയിരുന്ന അനീഷിന്റെ നാവ് പാർക്ക് വേണ്ടി സംസാരിക്കണേ. എൻജോയ് ചെയ്യാം, പക്ഷെ ഞാൻ അതിൻ്റെ ഉള്ള ഗെയിമാ പറയണേ. അതായത് ഷാനവാസ് ഗെയിം കളിച്ച് അനീഷിന്റെ ഗെയിം എന്താക്കി. ഇനിയിപ്പോ നാളെ അനീഷിനോട് ഇന്നലെ ചോദിച്ചു ഷാനവാസ് തെറ്റിട്ട് അവിടെ നീച്ചു പോയി. നോമിനേഷൻസിന്റെ ഇടയിൽ അടുക്കളയിൽ പോയി നിന്നപ്പോ ആരോ ഒരാള് അക്ബറോ അല്ലെങ്കിൽ വേറെ ആരോ ചോദിച്ചു, ഇപ്പൊ എന്തിനാണ് ഷാനവാസിന് വേണ്ടിയിട്ട് അനീഷ് സംസാരിക്കണെന്നുള്ളത്. മനസ്സിലായില്ലേ? ഇപ്പൊ അനീഷ് കൊടുത്തത് അനീഷിന് എന്ത് ചെയ്യും? തിരിച്ചു കിട്ടാൻ തുടങ്ങും. പക്ഷെ അനീഷ് എന്ന് പറഞ്ഞാൽ അയാളെ സ്റ്റാൻഡിൽ നിന്ന് സംസാരിക്കുന്ന ആളാണ് എപ്പോഴും. അയാളെ സ്റ്റാൻഡിൽ നിന്ന് സംസാരിക്കുന്ന ഒരാൾ ഈ ഇന്നലെ 2 ദിവസമായിട്ട് നമ്മൾ കാണുന്നത് ഷാനവാസിന്റെ മൗത്ത് പീസ് ആവുകയാണേ. ഷാനവാസിനോട് വരെ ഓപ്പൺ ആയിട്ട് ആള് പറഞ്ഞിട്ടുണ്ട്. അതായത് മിനിഞ്ഞാന്ന് പറഞ്ഞു, അത് മിനിഞ്ഞാന്നല്ല, ഹോട്ടൽ ടാസ്കിന്റെ ആദ്യത്തെ ദിവസം പറഞ്ഞു ലാലേട്ടൻ വന്ന് സംസാരിച്ചിട്ട് നിന്റെ ഭാഗത്താണ് തെറ്റുന്നുണ്ടെങ്കിൽ ഞാൻ തിരിയെന്ന് പറഞ്ഞ ഷാനവാസ് അനീഷ് ഹോട്ടൽ ടാസ്ക് ലാസ്റ്റ് ദിവസം പറഞ്ഞെന്താ അറിയോ, ഇനി ആര് വന്നിട്ട് കാര്യമില്ല, ഞാൻ നിന്റെ ചമുക്കിച്ചാൽ നിന്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഇയാൾ പിടിച്ച പിടി ഞാൻ പറഞ്ഞ ഷാനവാസ് അനീഷിനെ ഫ്രണ്ടാക്കി, അനീഷ് ഡൗൺ ആയി. അക്ബറിനോട് സെൻഡി കാർഡ് പറഞ്ഞ് സെൻഡി മറ്റേ എല്ലാം പറഞ്ഞ് അക്ബറിന് ഇയാളുടെ അടുത്ത് പോകാൻ പറ്റില്ല പേടിച്ചിട്ട്. കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടിയോണ്ട് അക്ബർ പോവില്ല. ആദില നോറേനെ പിടിച്ച് എന്താക്കി, പെങ്ങന്മാരാക്കി. അനുമോളും പെങ്ങളാണ്. മനസ്സിലായോ? അന്ന് ഗിസയിലും ഷാനവാസും നീച്ചു നിന്ന സമയത്ത് ക്യാപ്റ്റൻസി ടാസ്കിൽ എല്ലാവരും ഗിസയിലെ പറഞ്ഞപ്പോൾ ഷാനവാസിനാണ് ആര് പറഞ്ഞത്? അനുമോള് പറഞ്ഞത്. മനസ്സിലായോ? അത് പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല പറഞ്ഞത്. അതേപോലെ ഷാനവാസിനെ പറയാൻ നേരത്തെ അനീഷിനെ ഒച്ച കേട്ടിട്ട് ഞാൻ അനീഷിനെ പറഞ്ഞു അനുമോള്. മനസ്സിലായോ? അപ്പൊ അയാൾ കൃത്യമായിട്ട് അവിടെ എന്താ ചെയ്തു, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അയാൾക്കെതിരെ ഇനി ആകെയുള്ളത് ആരാ ബാക്കി? അഭിലാഷ്, ഒനീല്, ആര്യനെയും ഗിസൈലിനെയും പിന്നെ നോക്കേണ്ട കാര്യം. അവരവരുടെ പാട്ടിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പോണ ടീംസാ. സാബുമേനെ കൺസിഡർ ചെയ്യാനേ പറ്റില്ല. ആ കൂട്ടത്തിലേ ഇല്ല, ആ വീട്ടിലേ ഇല്ല. പിന്നെ അത് ലക്ഷ്മിയാണ്. ബിന്നി ലക്ഷ്മി. പിന്നെ ജിഷിന് ഓൾറെഡി ആരെ വാലാണ്? ലക്ഷ്മീനെ ലക്ഷ്മീനെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഒപ്പിച്ച് വളച്ചെടുക്കാൻ പറ്റും എന്നുള്ളത്. അല്ല, ലക്ഷ്മി ഒന്നിക്കും പോണില്ല. ലക്ഷ്മി ഒന്നിനും ഇല്ലാത്തോണ്ട് ലക്ഷ്മിനെ പ്രത്യേകിച്ച് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ലക്ഷ്മി അയാളെയും ടാർഗറ്റ് ചെയ്യുന്നില്ല, അയാൾക്ക് ലക്ഷ്മിനെ ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അയാൾക്ക് ഞാകെ സൈഡാക്കേണ്ടത് അഭിലാഷിന് ഊനിയില്ല. അതും കൂടി സൈഡാക്കി കഴിഞ്ഞാൽ ഷാനവാസ് ദ ഗെയിമർ എന്തായി? കംപ്ലീറ്റ് ആയി. അത് ചിലപ്പോ ഇന്നത്തെ തോറുകൂടി ചിലപ്പോ അത് കയ്യിലെടുത്തിട്ടുണ്ടാവും. ഉറപ്പല്ലേ? എല്ലാം പുറത്തു ഇതാക്കി എന്നൊക്കെ പറയുമ്പോഴേ ക്ഷമിക്കാന്നൊക്കെ പറയുമ്പോ അല്ല, ഞാൻ പറയുന്നത് എന്താ പറയുക, ഇതിൽ ഷാനവാസിന് എന്തെങ്കിലും കാരണവശാൽ നെവിനിൽ നിന്ന് അതിഭീകരമായ മോശപ്പെട്ട ഒരു സംഗതി അനുഭവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഷാനവാസ് പല സാഹചര്യങ്ങളിലായിട്ട് നിന്ന് പറഞ്ഞാൽ എന്താ, ഞാനിത് ലോലേട്ടൻ്റെ എപ്പിസോഡിൽ കത്തിക്കും, ശനിയാഴ്ച ഞാൻ മറ്റതാക്കും, ഞായറാഴ്ച മറ്റതാക്കും എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് എന്തായത് സാധനം തിരിച്ചത് ഷാനവാസ്. പക്ഷെ അത് തിരിച്ചത് ലാലേട്ടനാണ് ശരിക്കും. ലാലേട്ടൻ ഈ സാറ്റർഡേ സൺഡേ എപ്പിസോഡിൽ അവര് നമുക്ക് ഏകദേശം എനിക്ക് എന്റെ മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു അത് എടുക്കാൻ ചാൻസ് ഇല്ലാന്ന്. അതെങ്ങനെ സംസാരിക്കും? അതാ പ്രശ്നം. അത് ലാലേട്ടനെ നവീന്റെ ഒപ്പം നിൽക്കാനും പറ്റില്ല, ഷാനവാസിന്റെ ഒപ്പം നിൽക്കാൻ പറ്റില്ല. ഡിപ്ലോമസിയാണ് ഇതിൽ ഏറ്റവും നല്ല പരിപാടി. ഇതൊരു ആര്യൻ ഗിസൈൽ അനുമോൾ വിഷയം പോലെയോ അല്ലെങ്കിൽ മറ്റേ ലക്ഷ്മി മസ്താനി ഒനിയിൽ വിഷയം പോലെയൊന്നും അല്ല ഈ സംഗതി. ഇത് കുറച്ചും കൂടി വളരെയധികം സെൻസിറ്റീവ് ആണ്. ഇതിനടിയിൽ കൂടി തന്നെ മുങ്ങിപ്പോയ വേറെ കാര്യമുണ്ട്. റെന ഫാത്തിമ ആര്യൻ ആ സാധനത്തിനിടയിൽ കൂടി നൈസായിട്ടാണ് മുങ്ങി പോയിട്ടുണ്ട്. പിന്നെ ആ വഴിക്ക് ഈ സാധനം, കാരണം ഇതില്ലെങ്കിൽ അതെടുക്കാൻ പറ്റില്ലല്ലോ. അത് ചോദ്യം ചെയ്യൂലോ, എന്തുകൊണ്ട് അതെടുത്തു ഇത് എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ള ചോദ്യം വരും. അപ്പൊ അതും നൈസായിട്ട് എന്ത് ചെയ്യാം, സൈഡാക്കി. അല്ലെങ്കിൽ ലാലേട്ടന്റെ ചർച്ചകളൊക്കെ അത് മാത്രമല്ല, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ഗസ്റ്റുകൾ വന്നു പോയതിന് ശേഷമാണ് ഷാനവാസ് ട്രിഗർ ആയത്.
മനസ്സിലായില്ലേ? അതുവരെ ഷാനവാസ് എന്തായില്ല ട്രിഗർ. ഇതേ ഷാനവാസ് അതേ അടുക്കളയിൽ നിന്ന് പല സാധനം എടുത്ത് കഴിച്ചിട്ടുണ്ട്. ഈ നെവിൻ എടുത്ത് കഴിക്കുന്ന ഷാനവാസ് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഗസ്റ്റ് പോയി വന്നതിന് ശേഷം? അവിടെയാ ഞാൻ പറഞ്ഞേ, എനിക്ക് തോന്നുന്നു ശോഭ ഒരിക്കലും ഷാനവാസിന് പോയിട്ട് ഒന്നും ഇട്ടെടുക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല. ഷാനവാസും റിയാസും തമ്മിലുള്ള ഒരു അടി കാണുമ്പോൾ നമുക്ക് ഉറപ്പാണ് അവിടെ റിയാസ് പോയിട്ട് ഷിയാസ് കരീം, ഷിയാസ് അവിടെ കെട്ടിപ്പിടിച്ച കൂട്ടത്തിൽ എന്തോ അടിച്ചു കാണും ഉറപ്പാണ്. കാരണം ഷാനവാസ് ഷിയാസ് പോയതിനു ശേഷമാണ് എന്തായത് ചാടി കയറി ഈ ഒരു സംഗതി അടിച്ചതും. അല്ല ഹോട്ടൽ ടാസ്കിൽ എന്തെങ്കിലും കത്തണം, കത്തിച്ചേ പറ്റൂ. അയാള് ചെയ്തത് എനിക്കും വലിയ കുഴപ്പം തോന്നില്ല. അല്ല എനിക്ക് കുഴപ്പം തോന്നില്ല. നല്ല ഗെയിം, എല്ലാരും ആ ഒരു ഹോട്ടലനുസരിച്ച് ഇങ്ങനെ നല്ല ഹോട്ടലിൽ നല്ല ഗെയിമാ, നല്ല ഗെയിമാ. ഗെയിം ഞാൻ ഒട്ടും മോശം പറയുന്നില്ല, നല്ല ഗെയിമാ. പ്രേക്ഷകർക്ക് വേണ്ടതും ആ ടാസ്കിനകത്ത് വേണമെങ്കിൽ ഒരു മസാല ഇടാൻ വേണ്ടി കളിക്കുന്ന ഗെയിം അത് തന്നെയാണ്, ഒരു സംശയമില്ല. ലാലേട്ടൻ ഇന്നലെ വന്ന് പറഞ്ഞ പോലെ അതൊക്കെ ഒരു ഹോട്ടലല്ലേ മോനെ അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ മെയിൻ ലാലേട്ടന്റെയും അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കും. നന്മ ചെയ്ത് കഴിഞ്ഞാൽ വാഴാന്ന് വിളിക്കും. ഇനിയിപ്പോ ബെസ്റ്റ് ഹോട്ടലിനുള്ള അവാർഡ് കിട്ടാനല്ലോ ശരിക്കും അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു പൊട്ടിത്തെറി, അതാണ് പ്രേക്ഷകർക്ക്. അയാൾ ചെയ്ത കാര്യം കറക്റ്റ് ആണ്. അപ്പൊ അത് വന്ന വഴിയെ ഞാൻ പറഞ്ഞേ, ഈ നെവിന്റെ ഇഷ്യൂ ആണെങ്കിലും ഇതൊക്കെ വന്ന ഒരു വഴി എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ കളിച്ചിട്ട് പോയ കാര്യമില്ല, കുറച്ചും കൂടി ഒന്ന് ഫയർ ആവണമെന്നുള്ളൊരു സംഗതി കിട്ടിക്കാണും. അതിന്നാണ് ഈ സാധനം നെവിനോട് എന്ത് ചെയ്തത് ട്രിഗർ ആയതും നടന്നതും. അപ്പോഴാണ് ഈ ഭക്ഷണം തട്ടിക്കളഞ്ഞവൻ, അത് ഭയങ്കര സീനാ, ഭയങ്കര സീനാ. ഒരു സീസണില് അയാൾ അറിയില്ലല്ലോ, അയാള് കേരളം കത്തി വിചാരിച്ച് നിൽക്കവേ. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു സാറ്റർഡേ എപ്പിസോഡിൽ അതൊരു വിഷയം അല്ലാത്തപ്പോ ഷാനവാസിന് മനസ്സിലായി എന്ത് കേരളം കത്തിയിട്ടില്ല, ഫുഡ് തട്ടിയോ എന്നുള്ള പേര് എനിക്ക് വന്നിട്ടില്ല. അപ്പൊ പിന്നെ എന്താ നല്ലത്, ഇനി പ്ലേറ്റ് മറച്ചിട്ട് ഞാനൊരു നന്മ ഉള്ളവനാണ് അയാൾക്കൊരു തോന്നലുണ്ടാവും ഇനിയിപ്പോ നവീനെ പുറത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അയാളെ പുറത്തിട്ടു എന്നുള്ള പേരേറ്റ വരുമെന്നുള്ളത്. ഇപ്പൊ ക്ലീൻ ആയി നിൽക്കണം. അതുകൊണ്ട് സൺഡേ എപ്പിസോഡിൽ നെവിനോട് അങ്ങോട്ട് അല്ലെങ്കിൽ എല്ലാരോടും സോറി ചോദിച്ചിട്ട് സംഗതിയാണ് ക്ലോസ് ചെയ്തു. ഇങ്ങനത്തെ ഒരു സോറി കിട്ടാൻ നിൽക്കുന്ന നവീൻ അതിലാണ് കാട്ടുപൊട്ടൻ. ഇത്രയും വലിയൊരു അലിഗേഷൻ പല ക്യാമറയിൽ പല സ്ഥലങ്ങളിൽ പല ആളുകളോടായിട്ട് നാട്ടുകാരിലേക്ക് ഇതിപ്പോ സാറ്റർഡേ സൺഡേ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം ഷാനവാസിനില്ല. കാരണം എന്താ, നാട്ടുകാർക്ക് എത്തിക്കാനുള്ളതൊക്കെ 2-3 ദിവസം കൊണ്ട് എല്ലാ സൈഡിലും പോയി എല്ലാവരോടും പറഞ്ഞു ഇരുന്നൊക്കെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് എത്തിച്ചു. ഇതേ പരിപാടിയാണ് ഷാനവാസ് അപ്പാനിയോട് കാണിച്ചത്. ഇപ്പൊ പറയും പറഞ്ഞ് തേങ്ങ ഉടക്കി സാമി പറഞ്ഞിട്ട് ആ RJ ബിൻസിന്റെ കാര്യം ഇവന്റെ കാര്യം എടുത്തു വെച്ച് അപ്പാനിന്റെ കാര്യം എടുത്തു വെച്ച് അപ്പാനി തളർന്നു. അതിന് ശേഷം അങ്ങനല്ലേ അയാളെ കാര്യം അയാളെ ആ ചർച്ച നമുക്ക് അതിന്റെ ഉള്ളിലെങ്കിലും പുറത്ത് ഭയങ്കര ഇത് ഈ സീസൺ തുടക്കം മുതൽ നിങ്ങൾ നോക്കിയാൽ മതി. ഇത് ഷാനവാസ് കളിക്കുന്ന ഒരു തരം ഗെയിമാണ്. ഇതിന് ചീപ്പ് ഗെയിം എന്ന് പറയാൻ പറ്റും, പക്ഷെ ഗെയിമാണ് പക്ഷെ അതൊരു ചീപ്പ് ഗെയിമാണ്. മനസ്സിലായില്ലേ? അവിടെ എന്തായാലും നല്ലമാര് നിന്നാ സ്നേഹം നടത്ത പറഞ്ഞ ഒരു വാഴ എന്നേ പറയുള്ളൂ. കാരണം ഇപ്പൊ മറ്റേ സാബുവിനെ വാഴയ്ക്ക് അപ്പൊ ഇങ്ങനെ നിൽക്കാൻ നടക്കുള്ളൂ. എന്താണെങ്കിലും ഞാൻ ആലോചിക്കുന്നല്ലേ, ഒരു ഗെയിമിന്റെ ഒരു ഗ്രാവിറ്റി ഒരാൾ ചിന്തിക്കുന്ന ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഈസ് എ ബ്രില്യൻ ഗെയിമർ ആണ്. അതിന്റെ ഇടയിൽ ആ പ്രഷറിന്റെ ഇടയിൽ ഇയാൾ ഇങ്ങനെ ചിന്തിച്ചത് നൂലാമലകൾ ഉണ്ടാക്കണ്ടല്ലോ. പ്രഷർ അടിക്കുന്നത് ആരറിയോ? ടെൻഷൻ അടിക്കുന്നത് ശരിക്കും നെവിനാണ്. അവിടെ നമ്മളായി ചിരിച്ചു കളിച്ചാ നിൽക്കുന്നത് നെവിനാണ്. ടെൻഷൻ മൊത്തം അതന്നെ അയാളെ ഭയങ്കര ട്രിഗർ ചെയ്യുന്നതാണ്. ഇപ്പൊ ഷാനവാസ് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ചാ നിൽക്കുന്നത്. മറ്റവനോട് നാടകം കളിച്ചേക്കുമ്പോ അയാൾക്ക് കൂടുതൽ ദേഷ്യം വരുന്ന ഇയാളെ ഈ ഒരു ചിരിയും കളി കണ്ടിട്ടാവും. പ്രത്യേകിച്ച് ലാലേട്ടനും നല്ലോണം പൊക്കിയടിക്കുന്നു, ഷാനവാസിനെ അടിപൊളിയാക്കി സംസാരിക്കുന്നു. ഇതിലിപ്പോ സത്യം പറഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് കാണിക്കുന്നവരറിയോ? ആദ്യം വിചാരിക്കുന്നുണ്ടാവും പടച്ചോനെ കഴിച്ചില്ല, ശനി ഞായർ എപ്പിസോഡ് ഞാൻ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഞാൻ കട്ടപ്പ. അല്ല, ഇതൊന്നും ശനി ഞായർ വരാതിരിക്കാനാണ് അതിലൊരു വട്ടം എന്ത് ചെയ്തത്, മാപ്പി ചോദിച്ചതും നെവിനോട് പോയി കൂടിയതും പിന്നെ രാത്രി പോയി ഷാനവാസിനൊപ്പം കയറിയതൊക്കെ ആദിലാന്ന് പറഞ്ഞ ശനി ഞായറും ഇത് ഡിസ്കഷൻ വരുമ്പോൾ സ്കൂട്ടാൻ വേണ്ടിയിട്ടാ. ഇതിപ്പോ എന്താ പറ്റിയേ? ഇത് ഡിസ്കഷൻ ആയതുമില്ല, ഡബിൾ ഫേസ് ആണ്, പൊളിയും ചെയ്തു. നൂറൊക്കെ ഏകദേശം മനസ്സിലായിട്ട് ഇത് പണിയിട്ടതിന്റെ അമ്മേ. അപ്പൊ ഇതാണ് ഞങ്ങളെ പെർസ്പെക്റ്റീവിൽ അല്ലേ, നമ്മളെ പെർസ്പെക്റ്റീവില് ഇതാണ് ഷാനവാസ്. രണ്ടുപേരും മാത്രം നിൽക്കാൻ പറ്റില്ല. അല്ല സത്യം, നമ്മൾ ആദ്യം മുതലേ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ പുറത്ത് പലരും ഇപ്പൊ ജാൻമണി പറഞ്ഞൊരു വീഡിയോ വെച്ചിട്ട് നെവിൻ ഗേ ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ആ ആസ്പെക്റ്റിൽ പറയുന്നവരുണ്ട്. ഇപ്പൊ ഇവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അൺടിൽ അൺലെസ് നെവിൻ എന്താന്ന് നെവിൻ പറയാത്തോടത്തോളം കാലം നമ്മളൊക്കെ ഒന്നിലും ടാഗ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് അയാൾ അതാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇയാൾ ചെയ്ത ഒരു ആക്ട് നമ്മൾ ഇതിനായിട്ട് കണ്ടിട്ടില്ല. ഷാനവാസ് പറഞ്ഞതിലൂടെ മാത്രമാണ് നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു അറിവുള്ളത്. അത് നെവിൻ എന്ത് ചെയ്യുന്നുണ്ട്, റിജക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ
ഷാനവാസ് പറഞ്ഞ കാര്യം എന്താ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് വീട്ടിനകത്തുള്ള ആളുകൾക്കും അറിയില്ല. അഭിലാഷിനോടും ഒനീലിനോടും ചോദിച്ചാൽ അവരെന്താ പറയാ, എന്തോ നെവിൻ ഷാനവാസിന് ചെയ്തപ്പോ കൈ തട്ടിട്ടിട്ട് അയാൾ പോന്നു. ഇതേ അവർക്കും അറിയൂ, ഇതേ ആദിലാനോറയ്ക്കും അറിയൂ, ഇതേ ആ വീട്ടിനകത്തുള്ള എല്ലാവർക്കും അറിയൂ. ആരും അത് കണ്ടിട്ടില്ല. ഷാനവാസിനും നെവിനും മാത്രം അറിയാം. അതല്ലേ ഇതിപ്പോ ഷാനവാസ് പറഞ്ഞ സത്യമാണെന്നുണ്ടെങ്കിൽ നെവിന്റെ ഭാഗം കാണിക്കണം. അപ്പൊ നെവിന്റെ ഭാഗം കാണിച്ചത് ഭയങ്കര ചീപ്പാവും. ഇനി അഥവാ ഷാനവാസ് പറഞ്ഞ നുണയാണെന്നുണ്ടെങ്കിൽ ഷാനവാസ് പുറത്തു പോകും. കാരണം അത്രയും വലിയൊരു അലിഗേഷൻ. അന്ന് ഒനീലിനെതിരെ ലക്ഷ്മി ആ ഒരു സാധനം അടിച്ച സമയത്ത് തന്നെ ഇജാതി രീതി കത്തി. അപ്പൊ ഷാനവാസ് നെവിനെതിരെ പറഞ്ഞ സാധനത്തിന് പ്രൂഫില്ലാന്നുണ്ടെങ്കിൽ ഷാനവാസ് ലിറ്ററലി നാട്ടുകാർ മിഡ് വീക്ക് വെച്ച് എവിക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഷാനവാസിന് തട്ടാൻ പറയും. അങ്ങനത്തെ രീതിയിൽ ആ രീതിയിൽ ഷാനവാസ് അവിടെ കത്തിച്ചു വിട്ടിട്ടുണ്ട്. ഇതിങ്ങനെ സോൾവ് ഇങ്ങനെ സോൾവ് ആക്കി അല്ല, ഇങ്ങനെ സോൾവ് ആക്കിയത് BB ടീമിന്റെ ബ്രില്യൻസ് ഞാൻ പറയുള്ളൂ. ഷാനവാസ് ഒരുപാട് ബുദ്ധി ഉപയോഗിച്ച് ഈ ഗെയിം പുറത്തേക്ക് ഇട്ടു. ബിഗ് ബോസ് അതിനേക്കാൾ വലിയ ബ്രില്യന്റ് ഉപയോഗിച്ച് ഉള്ളിക്കാൻ എടുത്തിട്ടു. ശനിയാഴ്ചത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിന്റെ കാര്യം അല്ല, ഇവ നേരത്തെ പറഞ്ഞല്ലേ ഷാനവാസിന് മനസ്സിലായി എന്തായാലും ആ ഫുഡിന്റെ പുറത്ത് കത്തിയിട്ടില്ല. അതാണ് സംഗതി. അവനും പ്രശ്നമില്ല, ആരും പ്രശ്നമില്ല. ഫുഡ് കത്തിയിട്ടില്ല, ഞാനൊരു ഭക്ഷണം തട്ടിയിട്ടവനല്ലാന്ന് മനസ്സിലായപ്പോ എല്ലാം സൈഡാക്കി മൂപ്പരണ്ട് ഇരുന്നുവാണ്. പിന്നെ ഷാനവാസാണ് ഈ ചീപ്പ് കാർഡ് എടുത്തിട്ട് ഇനി എന്ത് ചെയ്യാം, വേറെ എന്തെങ്കിലും സാഹചര്യത്തിൽ അടിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അതും വിട്ടുകൊടുക്കുന്നില്ല. അതുകൊണ്ട് എന്തായി പറയോ, അനീഷ്, ആദിലാനോറ, അനുമോള്, പിന്നെ അറിയുന്ന പിന്നെ അല്ലല്ല അക്ബർ, ഇപ്പൊ അതൊക്കെ ആരും കൂടിയാണ്, നെവിനും കൂടി. ഇപ്പൊ 6 പേര് ഇയാളോട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി. 6 പേര് ഒരു വീട്ടിൽ ഇയാളോട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ അയാൾ എന്തായി, എതിരാളികൾ ഇല്ലാത്ത ഒരാളായിട്ട് അയാൾ വളരുകയാണ്. ഷാനവാസ് എതിരാളികൾ ഇല്ലാത്ത ഒരാളായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതയാളെ ഗെയിമാണ് കേട്ടോ, പ്യുവർ ഗെയിമാണ് അയാളത്. അങ്ങനെ വളരട്ടെ, മലപ്പുറത്തേക്ക് കപ്പ് വരട്ടെ. അതെ. ഞാൻ വേറെ കാര്യം പറയാം, അനീഷ് ഇത് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ഒരൊറ്റ സൗഹൃദം കാരണം കാണാൻ ഭയങ്കര രസമുണ്ട്. ഫ്രണ്ട്ഷിപ്പ് കോംബോ നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അനീഷിന്റെ ഗെയിം ഡൗൺ ആയാൽ അതിന് ഒറ്റ കാരണം ഈ ഫ്രണ്ട്ഷിപ്പ് ആയി. അനീഷിന്റെ ഒരു ബുദ്ധി വെച്ചിട്ട് എനിക്കൊരു തോന്നല് ഗെയിം ഡൗൺ ആവും. അല്ല, അയാൾ എന്താ അറിയോ, അയാൾ പെട്ടെന്ന് ആരോടും സുഹൃത്താവില്ല. ആയി കഴിഞ്ഞാൽ ചങ്ക് കുറച്ച് കൊടുക്കും തോന്നുന്നു. അതാണ് പ്രശ്നം. അല്ലാന്നുണ്ടെങ്കിൽ വെട്ടുന്നുണ്ട് രണ്ടാവും ചിലപ്പോ. എന്തെങ്കിലും പ്രശ്നം വന്നു ഷാനവാസ് ഞാൻ വിശ്വസിച്ചു പറഞ്ഞിട്ട് കൈ ഇല്ലടി, അയാൾക്ക് ആദ്യം മുതലേ ഷാനവാസിനോട് ആ വീട്ടിലൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. എന്താണെങ്കിലും ഇതാണ് നമ്മുടെ പെർസ്പെക്റ്റീവ്. ഇനിയിപ്പോ BB ഡിസ്കസ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നും, ഞങ്ങൾ ഡിസ്കസ് ചെയ്തില്ല. പോരെ നിങ്ങൾക്ക് ഓക്കെ ബൈ.